കൊടലിൽ കത്തുമ്പോഴാണ് ഞാൻ ഈ ക്യാമറയെ നോക്കിയിട്ട് കിണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പം തന്നെ തീർക്കണമല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഏസുമ്മാൻ്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തോരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഒന്ന് ഒതുക്കി ഒട്ടിച്ചെടുത്തിട്ട് വേണം പോവാൻ. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ തീം എന്താണെന്ന് ഏകദേശം കത്തിയിട്ടുണ്ടാവും. അതന്നെ. ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ കുറച്ച് സ്പേസ് അടിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അത് മണലിൽ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സംഭവം അതൊന്നുമല്ല മക്കളെ, ആകെ പണി പാളി. ഞാൻ പിന്നെ എന്ത് പ്ലാൻ ചെയ്താലും ലാസ്റ്റ് മിനിറ്റിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വല ഉണ്ടാവും. എനിക്ക് പിന്നെ അതൊരു പുതുമുള്ള കാര്യമില്ലല്ലോ. ഇനി നമുക്ക് ഒന്നിന് റെഡി ആക്കണം. A3 സൈസിൽ സ്റ്റിക്കറായിട്ടാണ് ഈ ഒരു ഡിസൈന് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അതാവുമ്പോൾ അത് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചുകൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അങ്ങനെ ഒന്ന് റെഡി. ഇനി നമുക്ക് മത്സ്യകന്യകനെ പെറുക്കിയിട്ട് ബീച്ച് പോകാം. പരിചയപ്പെടുത്തിയല്ലോ, ഇതാണ് ഞങ്ങളുടെ ദ ലിറ്റിൽ മെർമെയ്ഡ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ഇതാണ് മക്കളെ ബീച്ചിൻ്റെ അവസ്ഥ. 5:30 മണിയായിട്ടും കാറ്റും വെയിലും. കാറ്റത്തി ഒന്നൊക്കെ പാറിപ്പോയിരുന്നു. എന്ത് ചെയ്യാൻ, ആ ബീച്ചിൽ കാറ്റുണ്ടാവും എന്നുള്ള ബോധം ഞങ്ങൾക്ക് വേണ്ടേ. പിന്നെ ഞങ്ങൾ വല്ലാണ്ട് കാറ്റും വെയിലില്ലാത്ത ഈ ഒരു ഏരിയയിൽ പോയി. അവിടുത്തെ ഇപ്പോൾ ഞങ്ങൾ മത്സ്യകന്യക്ക് മണൽ അങ്ങോട്ട് പറ്റുന്നില്ല. വള്ളത്ത് നിർത്ത് അപ്പക്കാര്യം ഞാനുണ്ടാക്കിക്കൊണ്ടായോ ഒന്നും കാറ്റ് കാരണം നിലത്ത് നിന്നിട്ടില്ല. കൂട്ടുകാരെ, ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാലാവസ്ഥ നോക്കാതെ ഇതുപോലത്തെ ഓരോന്ന് പ്ലാൻ ചെയ്യരുത്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.